Hi guys, എല്ലാവർക്കും ടെക് ടിപ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അത് വേറൊന്നുമല്ല, നമ്മളെല്ലാവരും നമ്മുടെ ഫോണിൽ മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ ഏതെങ്കിലും ഒരു ആപ്പ് ഉപയോഗിക്കുന്നതാവാം. ചിലപ്പോൾ അത് മൈക്രോസോഫ്റ്റിന്റെ വേർഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ആവാം, അല്ലെങ്കിൽ എക്സൽ ആവാം, അല്ലെങ്കിൽ അത് പവർ പോയിന്റ് ആവാം, അല്ലെങ്കിൽ അത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ അടുത്ത് അങ്ങോട്ട് കഴിഞ്ഞിട്ടുള്ള മൈക്രോസോഫ്റ്റിന്റെ ലെൻസ് ആവാം. ഈ ആപ്പുകളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഈ മൈക്രോസോഫ്റ്റിന് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ നമ്മൾ ഇതെല്ലാം ഇൻഡിവിജ്വലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ കുറേ സ്പേസ് പോവും. ഇത് ഈ ബോർഡിൻ്റെ ആ ആപ്പിന് തന്നെ ഉണ്ടാവും ഒരു 40 തൊട്ട് 60 വരെ MB-യിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയ്ക്ക് MB ഉള്ള ആ ബോർഡും അതുപോലെ തന്നെ പവർ പോയിന്റും എക്സലും ലെൻസും എല്ലാം കൂടി കയറ്റുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ സ്പേസ് നന്നായിട്ട് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്പിനെ പരിചയപ്പെടുത്തി തരാൻ പോവാണ്. ഇത് മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ആപ്പാണ്, അതുകൊണ്ട് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഓഫ്ലൈനിലും ഓൺലൈനിലും നമുക്ക് ഈ വേർഡും അതുപോലെ തന്നെ എക്സലും അതുപോലെ തന്നെ പവർ പോയിന്റും അങ്ങനെ എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഫ്രീ ആയിട്ടുള്ളൊരു ആപ്പാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം, ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ഇതിൽ വളരെ കൂൾ ഫീച്ചേഴ്സ് ഉണ്ട്, അതും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആ ആപ്പ് നോക്കാം. അപ്പോൾ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിനാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ സെർച്ചിൽ പോയിട്ട് മൈക്രോസോഫ്റ്റ് ഓഫീസിന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ആപ്പ് വരുന്നതായിരിക്കും. 84 MB-ൻ്റെ ഒരു ആപ്പാണ്. ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതാണ്. ഇനി നിങ്ങൾ ഇവിടുത്തെ ഈ ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഓപ്പൺ ആകുന്നതായിരിക്കും. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മളിവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിരുന്ന മീഡിയാസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ഇതിൻ്റെ സവിശേഷതകൾ പറയാം. അതായത് ഇതിൽ നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ വേർഡ്, കാൽക്ക്, പവർ പോയിന്റ്, എക്സൽ, അതുപോലെ തന്നെ ഓഫീസ് ലെൻസ്, അങ്ങനെ എല്ലാം ചെയ്യാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് എങ്ങനെ നമുക്ക് ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു വേർഡ് ഉണ്ടാക്കണം എന്നാണ്. അതിന് താഴെയുള്ള ഈ പ്ലസ് സിമ്പിളുമ്പോൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിലത്തെ ഡോക്യുമെൻറ്റ്സിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് ഈ ബോർഡിൻ്റെ ആദ്യത്തെ ഫീച്ചർ നോക്കാം. അതാണ് സ്കാൻ ടെസ്റ്റ്. നമ്മൾ അതുമ്പോൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ക്യാമറ ഓപ്പൺ ആവുന്നത്, അത് വെച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇങ്ങനെ സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഇതിനെ കോപ്പി ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കാം. ഞാനിപ്പോൾ ഇതാ ഇവിടെ മതിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ അത്രയ്ക്കും കോപ്പി ചെയ്യുന്നുണ്ട്. നമ്മളിവിടുത്തെ കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കൺവേർട്ടിംഗ് ടു വേർഡ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് ഓപ്പൺ ആവുന്നതായിരിക്കും. ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നില്ല, ബോർഡ് തന്നെ ഓപ്പൺ ആവുന്നതായിരിക്കും. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇമേജും അതുപോലെ തന്നെ അതിൻ്റെ ലെറ്റേഴ്സും നിങ്ങൾക്ക് എഴുതിയതായിട്ട് കാണാനായി സാധിക്കും. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഒന്നാമത്തെ ഫീച്ചർ. ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ ഫീച്ചർ നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് സേവ് ചെയ്യാം, എന്നാൽ വേണമെങ്കിൽ ഷെയർ ചെയ്യാം, അങ്ങനത്തെ അതിലൊക്കെ ചെയ്യാം. നമുക്കത് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. നമുക്കൊരു പുതിയ ഡോക്യുമെൻറ്റ്സിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഡിക്റ്റേറ്റ്, അത് നമുക്ക് വേണമെങ്കിൽ ഡിക്റ്റേറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ അതും ബാക്ക് അടിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്ത ഡോക്യുമെൻറ്റ്സിലുള്ളതാണ് ബ്ലാങ്ക് ഡോക്യുമെൻറ്റ്. അത് നല്ലൊരു ഡോക്യുമെൻറ്റിൻ്റെ ഒരു സെക്ഷൻ തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് സാധാരണ പോലെ ഒരു ഡോക്യുമെൻറ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണത്. ഇങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കീബോർഡിൻ്റെ ഇവിടുത്തെ ഈ ഡിക്റ്റേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിക്റ്റേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ബാക്ക് അടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ സേവ് ചെയ്ത ഡോക്യുമെൻറ്റുകളെല്ലാം നമുക്ക് ഇവിടെ ആയിട്ടാണ് കാണാനായി സാധിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ഏതെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ 3 കുത്തുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ റിമൂവ് ഫ്രം ദി ലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ നടത്തതും അപ്പോൾ അത് ഡിലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എല്ലാം ചെയ്യാം. ഇനി ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സിൻ്റെ തന്നെ അടുത്തതാണ് എക്സൽ. അതിൽ ഈ സ്കാൻ ടേബിൾ എന്നുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. നമ്മളിതുമ്പോൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ടേബിൾ സ്കാൻ ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു ടേബിളുണ്ട്, ആണ് ഞാൻ സ്കാൻ ചെയ്യാണ്. ഓക്കെ, ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ അതിനെ കോപ്പി ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കാവുന്നതാണ്. നമ്മൾ കൺഫേം ക്ലിക്ക് ചെയ്യുക. ഇതിനൊന്ന് വെയിറ്റ് ചെയ്യാൻ നമ്മൾ ടൈം എടുക്കും, അത് പ്രോസസ്സ് ചെയ്ത് വരാൻ. കാരണം ഈ ടേബിൾ പോലെയൊക്കെ ആക്കേണ്ട, അതിന് വേണ്ടിയിട്ട് ടൈം വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് കാണാനായി സാധിക്കും. ഇനി നമ്മൾ ഇവിടുത്തെ
ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഓൾറെഡി ഈ ആപ്പിൻ്റെ ഉള്ളിൽ നിന്നുള്ള എക്സലിൽ ഓപ്പൺ ആവും. നിങ്ങൾക്ക് ഈ സ്കാനിങ്ങിന് മാത്രം നെറ്റ് മതി, ബാക്കിയുള്ളതെല്ലാം ഓഫ്ലൈനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കണ്ടില്ലേ, നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്, ഒരു ടേബിളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ കാൽക്കുലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് കമ്പ്യൂട്ടറിലിട്ട് എക്സലിൽ വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്, വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയാനുള്ളത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നമ്മുടെ ഫോർമുലാസ് അടിക്കാം. നമ്മുടെ മാത്സിലുള്ള ഫോർമുല ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇതുപോലത്തെ ഫോർമുലാസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കിതിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് ബാക്ക് അടിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ അടുത്ത ഫീച്ചർ നോക്കാം. ഡോക്യുമെൻറ്റ്സിലാണ് അടുത്തതാണ് ബ്ലാങ്ക് വർക്ക് ബുക്ക്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള എക്സൽ ഫോമാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഓൺലൈനായിരുന്നുള്ളൂ. ഇതൊക്കെ ഈ ആപ്പ് നിങ്ങൾക്ക് ഓഫ്ലൈനിലായിട്ട് തന്നെ ഓപ്പൺ ചെയ്യാവുന്നതുമാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ടൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സിൽ നോക്കുകയാണെങ്കിൽ അടുത്തതാണ് പവർ പോയിൻറ്റിൽ 2 ടൈപ്പ് വരുന്നുണ്ട്. ഒന്നാമത്തെയാണ് ചൂസ് പിക്ചേഴ്സ്, അതുപോലെ തന്നെ ക്രിയേറ്റ്, ബ്ലാങ്ക് പ്രസൻറ്റേഷൻ, പിന്നെ ടെംപ്ലേറ്റ്. അങ്ങനെ 4 എന്നാണ് ഇതിന് വരുന്നത്. ഞാനിപ്പോൾ ആദ്യം ചൂസ് പിക്ചേഴ്സ് ആണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള 2-3 പിക്ചേഴ്സ് എടുക്കാം. ഞാനിപ്പോൾ 2-3 എടുക്കുന്നുണ്ട്. 1, 2, 3 ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഗോ ക്ലിക്ക് ചെയ്യുക. ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് തരുന്നത് ഇപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ട് പേജ്, പിന്നെ സെക്കൻഡ് പേജ്, തേർഡ് പേജ്, ഇതുപോലത്തെ ഒരു ലേഔട്ടിലാവും അവർ തരുന്നത്. നല്ല രസമായിട്ടുള്ള ഒരു ലേഔട്ടിലാവും അവർ തരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്, അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ ഇത് ടിക്ക് കൊടുക്കാണ്. ഇനി നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതായത് പ്രസൻറ്റേഷൻ പോലെ കാണുന്നെങ്കിൽ കണ്ടു നോക്കുകയും ചെയ്യാം. നമുക്കിവിടെ കാണാൻ സാധിക്കും, കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് കണ്ടു നോക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇത് ബാക്ക് അടിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ പ്രസൻറ്റേഷനിൽ തന്നെ ബാക്കിയുള്ള പാട്ടുകൾ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ വേറെ ഫീച്ചറുമാണ് ഇതിൻ്റെ ഓഫീസ് ലെൻസാണ്. ഇതിലാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഓഫീസ് ലെൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കത് ഇതുപോലെ ഇങ്ങനെ സ്കാൻ ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഡോക്യുമെൻ്റ് എങ്കിലും ഉണ്ടെങ്കിൽ എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കോപ്പി ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈ എല്ലാ ആപ്പുകളും ഡൗൺലോഡ് ചെയ്യാനായിട്ട് കുറേ ഫയൽ സ്പേസ് പോകുന്നതായിരിക്കും. പക്ഷേ ഈ 84 MB ഈ ഒറ്റ ആപ്പ് കയറ്റി കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റിൻ്റെ ഉപയോഗമുള്ള എല്ലാ ആപ്പുകളും നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ തന്നെ ക്ലിക്ക് ചെയ്യാം, അങ്ങനത് സേവ് ആവുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനായി സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ മീഡിയയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാനായി സാധിക്കും. ഇനി ഇതിൻ്റെ അപ്പുറത്തെയാണ് നോട്ട്സ്. ഇത് ക്വിക്ക് മെമ്മോ പോലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് കാണിച്ചു തരുന്നില്ല. ഇനി നമ്മളിവിടെ ആക്സൻഷ്യൽ നോക്കുകയാണെങ്കിൽ ഇവിടെ അതിൻ്റെ ട്രാൻസ്ഫർ ഫയലാണ്, അതുപോലെ നടിയിലുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത ഇമേജ് ടു ടെക്സ്റ്റും, അതുപോലെ തന്നെ ഇമേജ് ടു ടേബിളും, പിന്നെ അടുത്തതെല്ലാം PDF ബേസ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. PDF-നെ ബോർഡാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഡോക്യുമെൻറ്റിന് PDF ആക്കാം, അതുപോലെ പിക്ചറിന് PDF ആക്കാം, ഒരു PDF-ന് സ്കാൻ ചെയ്തിട്ട് PDF ആക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ മോർ ഫീച്ചേഴ്സിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്കാൻ QR കോഡ് ഉണ്ട്, അതുപോലെ തന്നെ ക്രിയേറ്റ് ഫോം ഉണ്ട്. ഈ ക്രിയേറ്റ് ഫോം ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്യണം. ഞാനിപ്പോൾ സൈൻ ഇൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സൈൻ ഇൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സാണ് നമ്മുടെ ഈ മൈക്രോസോഫ്റ്റ് ഓഫീസിലുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇതുപോലെ തന്നെ വ്യത്യസ്തമായ വീഡിയോസ് കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.